എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഒരു ആപ്പിൾ ഇരിപ്പുണ്ട്. ഒരേ ഒരു ആപ്പിൾ മതി നമുക്ക്. പിന്നെ നമ്മൾ കുറച്ച് തേങ്ങയും ഇവിടെ ചിരണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അടിപൊളി നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചട്നിയാണ് ചെയ്യുന്നത്. ഇപ്പം ആപ്പിൾ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരും വിചാരിക്കും മധുരമായിരിക്കും, പക്ഷേ മധുരമൊന്നുമല്ല. ചെയ്ത് നോക്കിക്കോ, അപ്പം മനസ്സിലാവും ടേസ്റ്റ് എന്താ. അപ്പോൾ നമുക്ക് ഇവിടെ ചീനച്ചട്ടിയിൽ നമുക്ക് കുറച്ച് കലാപരിപാടി ആദ്യമുണ്ട്. അപ്പോൾ ചൂടായിട്ടുണ്ട് ഏകദേശം ഒന്ന്. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട, ഇത്ര മതി. പിന്നെ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 1-2 സാധനം നമുക്ക് അതിനകത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ നമ്മൾ കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉഴുന്ന് പരിപ്പാണ്. പിന്നെ നമുക്ക് എന്താ പറയുന്നത് നമ്മുടെ കറിവേപ്പില, പിന്നെ കുറച്ച് വാളംപുളി, ഇത്ര സാധനം നമ്മളിവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായ ഉടനെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ കലാപരിപാടി. ഉഴുന്ന പരിപ്പിന് പകരം നമുക്ക് നമ്മുടെ കടലപ്പരിപ്പോ അല്ലെങ്കിൽ തൂരപ്പരിപ്പോ ഏത് വേണമെങ്കിലും എടുക്കാം. പക്ഷെ ഉഴുന്ന പരിപ്പാണ് ഉഴുന്നുപരിപ്പിന്റെ ചമ്മന്തിയൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള സംഭവമാണ്. പൊടി ഉണ്ടാക്കത്തില്ല, അപ്പൊ ആ ഒരു ഇതിന്റെ ഒരു ടെക്സ്ചറും കിട്ടും. കിടക്കാച്ച ടേസ്റ്റ് ആയിരിക്കും. സാധാരണ നമ്മൾ ഈ നമ്മുടെ മാങ്ങയൊക്കെ വെച്ചിട്ട് ചമ്മന്തി അരക്കുമല്ലോ, പക്ഷെ ഇത് നമ്മള് ഒരു വ്യത്യസ്തതയായിട്ട് ആപ്പിൾ വെച്ചിട്ടാണ് നമ്മള് അരയ്ക്കുന്നത്. ടേസ്റ്റ് അസാധ്യ ടേസ്റ്റ് ആണ്. ചെയ്ത് നോക്കിയാലേ അത് അറിയാൻ പറ്റത്തുള്ളൂ. ചില ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടാവും, സംഭവം ശരിയാണ്. പക്ഷെ അന്യ സാധനം കാര്യം സാധാരണ ആപ്പിൾ ചട്നി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മധുരമായിരിക്കും. നമുക്ക് മറ്റേ ചപ്പാത്തിയുടെ അല്ലെങ്കിൽ ബ്രെഡിന്റെ കൂടെ മറ്റേ ജാം പോലൊക്കെ കഴിക്കുന്ന നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ മിക്ക സ്ഥലങ്ങളിലും അവര് ചപ്പാത്തിയുടെ കൂടെ ഇച്ചിരി മധുരമുള്ള ചട്നി അവർ ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാം. പ്രത്യേകിച്ച് മലയാളികൾക്ക് ഈ മധുരമുള്ള ചപ്പാത്തിയോട് വലിയ താല്പര്യം കാണാൻ സാധ്യത. മലയാളികൾക്ക് ഒരു ഇച്ചിരി എരിവും പുളിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ഇതൊന്ന് മൂക്കട്ടെ. അപ്പൊ ഈ ആപ്പിൾ ഉണ്ടല്ലോ ആദ്യം തന്നെ അങ്ങ് ചെത്തി വെക്കരുത്. നമ്മൾ അരയ്ക്കാനായിട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഒന്ന് തൊലികളഞ്ഞെടുക്കുന്ന കേട്ടോ. നമ്മുടെ ഉഴുന്ന പരിപ്പുണ്ടല്ലോ അത് അടിപൊളിയായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ കോരി മാറ്റാം കേട്ടോ. അപ്പൊ ഈ എണ്ണയിൽ തന്നെയാണ് നമ്മള് ബാക്കി സാധനങ്ങൾ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ്. മൂപ്പിച്ചിട്ടില്ലേ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൂപ്പിച്ചെടുത്താൽ മാത്രമേ അതിന്റെ എന്തായാലും ഈ ഉഴുന്നുപരിപ്പ് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് പൊടിഞ്ഞ് വെറുതെ പോകുന്നുള്ളൂ. അത് തന്നെയല്ല അതിന്റെ ഒരു ടേസ്റ്റും വ്യത്യാസം. അപ്പൊ നമ്മുടെ ഉഴുന്നുപരിപ്പ് നമ്മൾ കോരി മാറ്റി. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ പറ്റലമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഓൾറെഡി എണ്ണയ്ക്ക് ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ആവുമേ. ഇത് പിന്നെ ഒരു ഇതെന്ന് വെച്ചാല് പൊട്ടാനുള്ളൊരു സാധ്യത ഉണ്ട്. അത് കാരണം ജസ്റ്റ് ഒന്ന് തീ നിർത്തിയാലും കുഴപ്പമില്ല കേട്ടോ. മുറിച്ച് നമ്മളിട്ട് വറക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ അതിന്റെ കുരു എല്ലാം വെളിയിൽ ചാടി വരും. അതുകൊണ്ടാ അത് മുറിക്കാത്തത്. ജസ്റ്റ് ഒന്ന് അതിന്റെ തൊലി ഒന്ന് ഒരു കറുത്ത നിറം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ എടുക്കാം. മറ്റേ അടുപ്പിലൊക്കെ ഇട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കിപ്പോ അതിനൊരു മാർഗ്ഗമില്ല, അതുകൊണ്ടാണ് അപ്പൊ നമ്മുടെ മുളകിന്റെ പരിപാടി കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കറിവേപ്പില, അപ്പൊ അതും കൂടെ നമുക്ക് ഇട്ട് കറിവേപ്പിലയുടെ തണ്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെള്ളം ഉണ്ടല്ലോ, അത് ഞാൻ തുടച്ചെല്ലാം എടുത്ത് വെച്ചു. എന്നിട്ടും അതിനകത്ത് വെള്ളം സാരമില്ല. അപ്പൊ കറിവേപ്പിലയും റെഡി ആയിട്ടുണ്ട്. തീ നിർത്തിയിട്ട് അത് കറിവേപ്പില ഇട്ട് നല്ലതായിരുന്നു. നല്ല സ്ഥല സൗകര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതന്നെ ഇട്ടേച്ച് ഓടി പാലൊക്കെ ചെയ്യാം. നമുക്കിപ്പോ പുറകത്തെ കഥ ഇറങ്ങി ഇതിപ്പോ പുറകെ പറ്റിയ ഒരു രക്ഷയില്ല മാറാൻ. ഒരു കഥയൊക്കെ മാത്രം നമ്മളുള്ള സാഹചര്യത്തില് നമ്മള് എല്ലാം റെഡിയാക്കരുത്. അപ്പൊ നമ്മുടെ കറിവേപ്പില വാരിയെടുക്കാവേ. നമുക്കുണ്ടല്ലോ നമ്മുടെ ഈ തേങ്ങയും കൂടെ വറുത്തൊന്നും എടുക്കണ്ട, ഒന്ന് അതിൻ്റെ ഒരു പച്ചപ്പുണ്ടല്ലോ ആ പച്ചപ്പൊന്ന് മാറ്റിയെടുക്കണം. അതിന് വേണ്ടി നമുക്ക് ഇതൊന്ന് ഇട്ടൊന്ന് റെഡിയാക്കണം. ഇതിലിപ്പോൾ ചിലപ്പോൾ സൗണ്ടൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. പ്രതീക്ഷിച്ചത്ര സൗണ്ട് മീഡിയം ഫ്ലെയിമിലോട്ടൊന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് ഒത്തിരി ഗോൾഡൻ ബ്രൗൺ ഒന്നും ആകുമൊന്നും വേണ്ട, പക്ഷെ ഇടയ്ക്ക് കൊടുക്കണം, നല്ല കഴിക്കും. അപ്പൊ പിന്നെ നമ്മുടെ ആ ഒരു ടേസ്റ്റ് എല്ലാം പോകും. അപ്പൊ ഇതിങ്ങനെ ഒന്ന് വെച്ചിട്ട് ഒന്ന് അതിന്റെ എന്താ പറയുന്ന ഒരു പച്ച എഫക്റ്റ് ഒന്ന് മാറ്റിയെടുക്കുക. പച്ച എഫക്റ്റും ഇതിന്റെ അകത്തുള്ള ഒരു എണ്ണയൊക്കെ ഒന്ന് റിലീസ് ചെയ്യുന്ന ഒരു ഇതല്ലോ.
ഒരു 2 ഒന്ന് മിനിറ്റ് ചൂടായി ചൂടാക്കി കിട്ടിയാൽ മതി. ഒരു 2 മിനിറ്റ്. അപ്പോൾ നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ടെ നമ്മുടെ പുളി ഉണ്ടല്ലോ, വാളംപുളി, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം, ചൂടാക്കി എടുക്കാം. ഇപ്പൊ നമ്മൾ ആ തേങ്ങ റെഡിയാവുന്ന സമയം കൊണ്ട് നമ്മൾ ആ ആപ്പിള് മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള ആപ്പിളാണ്, പക്ഷെ ഇത് അരച്ചു വരുമ്പോഴത്തേക്കും അടിപൊളിയാണ്. എല്ലാത്തിനും കൂടെ അത് പറഞ്ഞാൽ ശരിയാവില്ല. എന്തായാലും ഇപ്പൊ ആപ്പിളിന്റെ സീസൺ അല്ലേ, അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു സുഖം. ഒരാപ്പിള് എന്തായാലും നമ്മൾ ചമ്മന്തി അരക്കുന്നത്, അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരാപ്പിളും കൂടി ഇട്ടൊന്ന് നോക്ക്. അതാണ് എന്റെ നമ്മളതിന്റെ ടേസ്റ്റ് ഒക്കെ നമ്മളെ വിവരിക്കാൻ പോയി കഴിഞ്ഞാൽ ഉണ്ടാക്കി നമ്മളത് അനുഭവിച്ചാലേ അറിയാൻ പറ്റും. അപ്പൊ ഇത് മതി കേട്ടോ, നമ്മുടെ സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തേക്കാം. എന്നിട്ട് ഇനി നമുക്ക് ഇതുണ്ടല്ലോ തണുത്തിട്ട് എല്ലാം അരച്ചെടുക്കണം. അത്രയുള്ള പരിപാടി. അപ്പൊ അരച്ചിട്ട് നമുക്ക് കാണാം. അപ്പൊ നമ്മളിത് അരച്ച് നമ്മുടെ സംഭവം ഇത് ഫൈനലായിട്ട് ഇവിടെ റെഡിയാക്കി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് സംഭവം. അപ്പൊ നമ്മൾ നേരത്തെ ഉണ്ടല്ലോ ഇതിനകത്ത് ഉപ്പ് ചേർക്കുന്ന കാര്യം മറന്നു അരച്ചപ്പോ ഉപ്പ് ചേർത്താണ് നമ്മുടെ അരച്ചത്. അപ്പൊ നമ്മളെടുക്കുന്ന ഒരു നമ്മുടെ ആപ്പിളിന്റെ മധുരവും ഒക്കെ അനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് നമ്മുടെ ആവശ്യത്തിന്. പിന്നെ ഇതുണ്ടല്ലോ ഒരുപാട് അങ്ങ് മറ്റേന്താ പറയുന്ന ഒന്ന് പേസ്റ്റ് പോലെ അരക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതാണ് അതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കേ. പിന്നെ വെള്ളം ചേർക്കില്ല, വെള്ളം ഒരു തുള്ളി പോലും ചേർക്കില്ല. കാര്യം പിന്നെ തേങ്ങയ്ക്കും അത്യാവശ്യം കാര്യം നമ്മൾ ഒരുപാട് അങ്ങ് എന്താ പറയുക മൂപ്പിച്ചെടുക്കാത്തതുകൊണ്ട് അതിൻ്റെ അകത്തും ചെറിയ ചെറിയ ആവശ്യമുണ്ട്. അപ്പൊ ഈ ആപ്പിൾ ആദ്യം ഒന്ന് ചതച്ചേച്ചിട്ട് ബാക്കിയിട്ട് അരയ്ക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ എളുപ്പം. അപ്പൊ നമ്മുടെ മിക്സിയുടെ അനുസരിച്ചിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ അപ്പൊ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരും കൂടെ എന്റെ അഭിപ്രായമൊക്കെ അത് പറയുക. സംഭവം അടിപൊളിയാണ്. സാധാരണ ആപ്പിൾ ചട്നി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ മധുരമായിരിക്കും, പക്ഷെ ഇത് മധുരമല്ല. ചെറിയൊരു മധുരമുണ്ട്, എരിയുണ്ട്, പുളിയുണ്ട്, ഉപ്പുണ്ട്, എല്ലാം കൂടെ. അതായത് ഒരു കട്ട മീട്ട ആ ഒരു പരുവത്തിലുള്ള സാധനമാണ്. അപ്പൊ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കിയിട്ട് കഴിച്ചു നോക്കിയിട്ട് അതിന്റെ എന്താ പറയുക അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. പിന്നെ നിർദ്ദേശങ്ങളും പറയുക. പിന്നെ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലുണ്ടല്ലോ അതും കൂടെ ഓൺ ചെയ്ത് അതെ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പം നമ്മൾ വീഡിയോ ഒക്കെ ഇടുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. അപ്പം വ്യത്യസ്തമായ വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പം എല്ലാവർക്കും തൽക്കാലത്തേക്ക് ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.